ഹലോ വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയിട്ട് ചുമ്മാ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ആഴിമല പോകാമെന്ന് വിചാരിച്ചു. ആഴിമല ആ ബീച്ചൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് ശിവൻ്റെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാ? ആഴിമല ഇന്ന് തന്നെ ഷൂട്ടില്ല. അപ്പം ഞങ്ങൾ വിളിച്ചു ആഴിമല നമ്മൾ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ട്രാഫിക് ടൈം ആയിപ്പോയി നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് റോട്ടിൽ അല്ലേ? ചേട്ടൻ ഒന്നും പറയാത്തേ? എന്തെങ്കിലും അധികം അങ്ങോട്ട് കളയാൻ പറയണോ? ഓ വഴിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഇത് പത്മനാഭന്റെ അവിടെ എത്തിയോ? അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റി ഞങ്ങളിങ്ങനെ അതിസാഹസികമായുള്ള യാത്രകളിലൂടെയാണ് യാത്രയിലാണ് ഗൈസ്. ഞങ്ങൾ സ്ഥിരം പോകാറുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. പറയട്ടെ എന്തെങ്കിലും ഉണ്ട്? സുഖാണോ? സുഖം. ഭക്ഷണം കഴിച്ചോ? ഫോൺ ചെയ്യല്ല, അത് വീഡിയോ എടുക്കണം. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. ഇതാണ് എൻട്രൻസ്. നല്ല തിരക്കുണ്ടാവോ? ഇന്നലെയൊക്കെ നല്ല തിരക്കായിരിക്കും ഗൈസ്. ഇവിടുന്നേ ഇങ്ങനെ ശിവന്റെ ആ സ്റ്റാച്യു കാണാൻ ഭയങ്കര രസമാണ്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടുന്നേ ഉള്ള വ്യൂ ഭയങ്കര രസം. അമ്പലം തുറക്കുന്ന സമയമാണോ? താഴേക്ക് പോലെ വണ്ടി ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ തന്നെയായി. ഇവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ടൂറിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത്. കാരണം നോർമലി ഇവിടെ ഒരു അമ്പലമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ആ സ്റ്റാച്യു ഉണ്ടാക്കിയതിന് ശേഷം ഭയങ്കരമായിട്ട് ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സുമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. ഞാനിങ്ങനെ വീണത് വൈറലാവും വീഡിയോ. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകും. then ഇവിടെ കുറച്ച് കോഫി ഷോപ്പുകൾ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഇത് കണ്ടപ്പോൾ എൻ്റെ കീഴിൽ പോയത് സത്യം പറഞ്ഞു. നമ്മൾ അന്ന് വന്നപ്പോൾ ഗൈസ് ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഇവിടെ ഫുൾ ഞങ്ങൾ ആ പാറേൻ്റെ മുകളിലൊക്കെ ആയിരുന്നേ. പക്ഷെ ഇപ്പോൾ ഇവിടെ വെള്ളമായി. അങ്ങനെ നമുക്ക് ആ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള വഴിയൊക്കെ. അപ്പോൾ അവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക ഉപ്പിലിട്ടതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നല്ല കൂട്ടാണ് അവർ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എണ്ണ സീരിയലൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പൈനാപ്പിൾ മേടിച്ചു. പൈനാപ്പിൾ ഞങ്ങൾക്ക് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് മുറിച്ച് തന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾ ആകെ വണ്ടറായി. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ പാറയുടെ അവിടെയൊന്നും വെള്ളമേ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ പൂഴിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെയൊക്കെയാണ് ഇരുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനെ കയറുന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല റിസ്ക് അല്ലേ? പക്ഷേ ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ. കാരണം നമുക്കൊരു മുട്ടിൻ്റെ അത്രേ വെള്ളമുള്ളൂ. പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ കുറേ കുതിര, മീൻസ് ഒരു 3 കുതിര ഉണ്ടായിരുന്നു. ഒരു കുട്ടി കുതിര ഉണ്ടായിരുന്നു, 2 വേറെ വലിയ കുതിരകളും ഉണ്ട്. അപ്പോൾ റൈഡിങ് വേണമെങ്കിൽ അങ്ങനെ റൈഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 6:30 വരെയാണ് ഈ ബീച്ച് നമുക്ക് ഓപ്പൺ ആയിട്ട് തരത്തുള്ളൂ. കാരണം 6:30 ആകുമ്പോൾ
നമ്മൾ തിരിച്ച് കയറി പോകണം. 6:30-ക്ക് ശേഷം ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഓൾറെഡി പോലീസുകാരൊക്കെ ഉണ്ട്, നമ്മളെടുത്ത് അങ്ങനെ പറഞ്ഞു തരും. 6:30 ആകുമ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊരു അമ്പലത്തിൽ നിന്ന് ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് എല്ലാവരോടും കയറി പോകാൻ പറയും. പിന്നെ ദേ ഞങ്ങളിങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ് അവിടെ. പക്ഷെ ഭയങ്കര നല്ല ബീച്ചാട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല, ശംഖുമുഖമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ക്ലീനാണ്. അതുപോലെ വെള്ളം ആയിക്കോട്ടെ ഭയങ്കര ക്ലിയർ വാട്ടറാണ്, ഭയങ്കര രസമുണ്ട്. പിന്നെ ഈ ശിവരാത്രി കഴിഞ്ഞതുകൊണ്ടുള്ള കുറച്ച് എന്താ പറയുക പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് അവിടെ. ഫോറിനേഴ്സിൻ്റെ ഇത് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഫോറിനേഴ്സ് ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മുടെ വർക്കലയൊക്കെ പോലെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് ഇതാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു നീറ്റ് തോന്നും വെള്ളത്തിൽ ഇറങ്ങാനാണെങ്കിലും, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സൺസെറ്റൊക്കെ നോക്കി നിന്ന് പിന്നെ ഇത് ഇവിടെ നല്ല തണുത്ത മോര് കിട്ടും, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഇഞ്ചിയും മുളകും കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, 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 നല്ല. അങ്ങനെ ഇതേ അവിടെ അമ്പഴങ്ങി ഉണ്ടായിരുന്നു ഉപ്പിലിട്ടത്, പിന്നെ ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് രണ്ടും ഓരോരോ എണ്ണം മേടിച്ചു. ഓരോരോ പാക്കായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അത് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചേച്ചി അതെ നല്ല കൂട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒക്കെ ചേച്ചി ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ നല്ല സ്നേഹത്തോടു കൂടി എടുത്ത് തരുന്നുണ്ടായിരുന്നു. 6:30 വരെയേ ഉള്ളൂ ആ ബീച്ചിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, കാരണം അമ്പലത്തിൻ്റെ ഇതിൽ ഇറങ്ങുന്നതുകൊണ്ട്. അപ്പോൾ 6:30 വേറെ വഴിയുണ്ട്. പോലീസുകാർ നമ്മളെടുത്ത് ഇങ്ങനെ 6:30 വരെ ഉള്ളൂ എന്ന് പറയുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലേ ശിവരാത്രി കഴിഞ്ഞല്ലോ, ഗൈസ് ഇങ്ങോട്ട് നേരിട്ട് KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം. പക്ഷെ നല്ല ബീച്ചാ, ഭയങ്കര നല്ല ക്ലിയർ വാട്ടർ. ഇപ്പൊ നല്ല ബീച്ചാ, ആൾക്കാർ വന്നു കൊളായിക്കാണ്ടിരുന്നാ മതി. ഇപ്പൊ തന്നെ അവിടെ ഫുൾ പ്ലാസ്റ്റിക് അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോ നല്ല ക്ലീൻ ബീച്ചായിരുന്നു, ഒരു കവർ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒത്തിരി കവർ കൂടി തുടങ്ങി. അതെനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഒരു ബഹളത്തിന്റെ ആയിരിക്കണം. എന്തായാലും ഇന്നലത്തെ ബഹളത്തിന് നമ്മൾ തന്നെയല്ലേ ഇടണേ, നമ്മൾ തന്നെയാണ് ഇടുന്നത്. ഫോറിനേഴ്സ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം വരുന്ന ഒരു ബീച്ചായി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കുറെ ഫോറിനേഴ്സ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വൃത്തികേടൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. നമ്മുടെ നാട് നമ്മൾ തന്നെ നശിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ ഇല്ലെങ്കിലില്ല എന്ന് പറയുന്നതിന് അർത്ഥം. പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞി സ്പാ അങ്ങനത്തെ ഈ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഇങ്ങനെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ സ്റ്റോളുകൾ, ക്രാഫ്റ്റ് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. നമ്മൾ വർക്കലയിലൊക്കെ കാണുന്ന പോലെ അല്ലേ ഏട്ടാ? പിന്നെ ഇതേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടതാണ്. എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും കടേൻ്റെ ഫ്രണ്ടിലും ഒക്കെ ഇങ്ങനെ എന്താ പറയുക പൂജേൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തോ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നൊരു ഇതാണ്. പിന്നെ അത് ഞങ്ങൾ നേരെ ലുലുവിൽ വന്നിട്ട് ഞങ്ങൾ ഈ ബാസ്കിൻ റോബിൻസിൽ വന്നിട്ട് ഇത് ഐസ്ക്രീം കഴിക്കുവാണ്. ഏട്ടനും മറ്റേ ലോട്ടസ് ബിസ്കുഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പോസ്റ്റ് ചെയ്യൂല, വെറുതെ എടുത്ത് വെക്കാം. കഴിച്ചോ?
ബിസ്കഫ് ഞാൻ കഴിക്കും. ബിസ്കഫ് എനിക്കിഷ്ടം. ലോട്ടസ് ബിസ്കഫ് കൊതിയൻ കഴിച്ചോണ്ടിരിക്കും. ഉച്ചയ്ക്ക് ഇരുന്നോളാം, വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിൽ സ്റ്റോപ്പിലെത്താ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ അയ്യോ എടാ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ വെച്ചോ. എന്താ ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്ത്? അയ്യോ ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി. അർജുന ഒന്നും പറയണോ? മുറുക്കെ പിടിച്ചോ. ആരോടാ? എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കുന്നത്? ഇനി ഇതിനെ കുതിരവട്ടത്തൊന്നും കൊണ്ടുവന്നതാണ്. ഈ കുതിരേനെ ഇനി എങ്ങനെ നിർത്തൂടാ? വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിൽക്കൂ. കേട്ടിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ലുലുവിൽ വന്നത് ഇവരെല്ലാവരും ലുലുവിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളൊരു റൈഡൊക്കെ പോയി. ഞങ്ങൾ എല്ലാവരും കയറിയില്ല, ഞങ്ങൾ 4 പേര് ജസ്റ്റ് റൈഡൊക്കെ ചെയ്ത് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മീരയുടെ ഓളിയും ബഹളവും കേട്ടിട്ട് ഞാനിരുന്ന് ചിരിക്കുമായിരുന്നു. പേടിയുണ്ടായിരുന്നു, പക്ഷെ അവളുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ ഇരുന്ന് ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ്. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി ഭയങ്കര കളിക്കാരനാണല്ലേ? അഭിനയം നിർത്തി കാറ്ററിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന റേജൻ ചേട്ടനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിക്കറ്റായി. ഓക്കെ, ഊരുമ്പോൾ എടുത്താൽ മതി. സുനിൽ ശർമ്മയാണ്. ഞാൻ ഇത് പറയാവേ, നിങ്ങളിത് കാണുക. റേജൻ ഫുൾ നെയിം എന്തായിരുന്നു? റീജൻ രാജൻ. ഷാജഹാൻ. റീജൻ രാജൻ. രാജൻ. റേജൻ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. രവിചന്ദ്രൻ അശ്വിനാണ് നമ്മളുടെ ബോളറായിട്ട് എത്തിയിരിക്കുന്നത്. ഇതാ നിമിഷങ്ങൾക്കകം ബോൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന പ്രേക്ഷകരെ അത് കാണിക്കാൻ ഞാൻ നന്നായി. ആ ബോൾ പോയിരിക്കുകയാണ് ഗൈസ്. അടുത്തതായിട്ട് നമ്മൾ കുംഭകർണൻ എന്ന് കളിയാക്കിയാലും വിട്ടുകൊടുക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ബോൾ തന്നെ പോയിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ ബോൾ. അടുത്ത ബോളിനെ കാത്തിരിക്കുന്ന കിരൺ അരവിന്ദാക്ഷനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര കളിയാക്കിയിട്ടും വിടില്ല, മുന്നോട്ട് എന്ന രീതിയിൽ തന്നെ കിരൺ അരവിന്ദാക്ഷൻ മുന്നേറുകയാണ് ഗൈസ്. അടുത്ത ഇഷാന്ത് ശർമ്മയാണ് ഗൈസ് ബോളിങ്ങിനായിട്ട് വരുന്നത്. ഇഷാന്ത് ശർമ്മയുടെ ബോളിംഗ് നമുക്ക് കാണാം. എന്തോ ചേട്ടന് കണ്ണ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ എല്ലാം അടിച്ചടിച്ചടിച്ച് വിട്ടിട്ട് ഇപ്പോൾ ഒറ്റൊരെണ്ണം പോലും അടിക്കാൻ പറ്റുന്നില്ല. നടന്നിരിക്കുകയാണ് റേജൻ രാജനും കിരൺ അരവിന്ദാക്ഷനും അവസാനം എത്തിയിരിക്കുകയാണ് ഗൈസ്. അഡ്വക്കേറ്റ് കണ്ണൻ. എക്കോ ഞാൻ തന്നെ ബോളിനായി കാത്തിരിക്കുന്ന കണ്ണേട്ടനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട്. എല്ലാവരും നിമിഷത്തിലാണ് ഗൈസ്. എന്ത് നിമിഷത്തിലും എല്ലാവരും അത് കാണാനുള്ള ആകാംക്ഷയിലാണ് ഗൈസ്. ഭാര്യ പിങ്കി കണ്ണൻ. ആദ്യത്തെ ബോൾ വെറുതെ തൊട്ടുള്ള 6. കണ്ണേട്ടൻ മുന്നേറുകയാണ് ഗൈസ്. നമ്മൾ വിചാരിച്ചില്ല ഇത്രയും കളിക്കുമെന്ന്. അടുത്ത ബോൾ ഭാര്യ അന്തം വിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത്രയും ചേട്ടൻ കളിക്കുന്നു. എല്ലാം അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്ന നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
അരിമോൻ